അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജീവന് നേരെ ഉയർന്ന ഗുരുതരമായ വധഭീഷണിയെ തുടർന്ന് തുർക്കിയിൽ തികച്ചും സിനിമാറ്റിക്കായ രീതിയിൽ അതീവ രഹസ്യ സുരക്ഷാ ഓപ്പറേഷൻ നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇറാനിൽ നിന്ന് ഉയർന്ന ശക്തമായ ഭീഷണികളുടെ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ സുരക്ഷാ സേനയും ഇന്റലിജൻസ് ഏജൻസികളും ചേർന്ന് ഈ അടിയന്തര നീക്കം ആസൂത്രണം ചെയ്തത്. വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങളാണ് ഈ ഞെട്ടിക്കുന്ന സുരക്ഷാ നീക്കത്തിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടത്. തുർക്കി തലസ്ഥാനമായ അങ്കാറയിൽ വെച്ചാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും കണ്ണിൽപ്പെടാതെ ട്രംപിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ വളരെ വിചിത്രമായ ഒരു തന്ത്രമാണ് പയറ്റിയത്. ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വണ്ണിൽ ട്രംപ് കയറിയതായി ലോകത്തെ വിശ്വസിപ്പിച്ച ശേഷമായിരുന്നു അണിയറയിലെ യഥാർത്ഥ ഓപ്പറേഷൻ നടപ്പിലാക്കിയത്. അങ്കാറ വിമാനത്താവളത്തിൽ വെച്ച് ട്രംപ് പരസ്യമായി തന്നെ എയർഫോഴ്സ് വണ്ണിലേക്ക് കയറുന്നത് എല്ലാവരും കണ്ടിരുന്നു. എന്നാൽ വിമാനത്തിനകത്തെത്തിയ ശേഷം ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത വിധം ഒരു എയർപോർട്ട് കാറ്ററിംഗ് ട്രക്കിലേക്ക് അദ്ദേഹത്തെ മാറ്റി. ആഹാര സാധനങ്ങൾ വിമാനത്തിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന സർവീസ് വാഹനം ഉപയോഗിച്ചാണ് ട്രംപിനെ സുരക്ഷിതമായി മറ്റൊരു മിലിറ്ററി വിമാനത്തിലേക്ക് മാറ്റിയത്. കാറ്ററിംഗ് ട്രക്കിൽ കയറ്റി മാറ്റിയ ട്രംപിനെ വിമാനത്താവളത്തിൽ സജ്ജമാക്കി നിർത്തിയിരുന്ന സൈന്യത്തിന്റെ C-32A പ്രത്യേക വിമാനത്തിലേക്കാണ് മാറ്റിയത്. അതീവ രഹസ്യമായി നടന്ന ഈ റൂട്ട് മാറ്റവും വിമാനം മാറ്റവും അവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർ പോലും അറിഞ്ഞില്ല. ട്രംപ് എയർഫോഴ്സ് വണ്ണിൽ തന്നെ യാത്ര തുടരുന്നു എന്നായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർ പോലും കരുതുന്നത്. ഇറാനും അമേരിക്കയും തമ്മിൽ മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന അതിരൂക്ഷമായ നയതന്ത്ര ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളാണ് ഈ കടുത്ത സുരക്ഷാ നടപടിയിലേക്ക് അമേരിക്കൻ ഏജൻസികളെ നയിച്ചത്. ട്രംപിനെ ലക്ഷ്യമിട്ട് ഇറാൻ ഏജൻസികൾ ആക്രമണത്തിന് പദ്ധതിയിടുന്നു എന്ന വിശ്വസനീയമായ ഇന്റലിജൻസ് വിവരങ്ങൾ US രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചിരുന്നു. അപകട സാധ്യത പരമാവധി കുറയ്ക്കുക എന്നതായിരുന്നു ഈ നീക്കത്തിലൂടെ US ലക്ഷ്യമിട്ടത്. ഖത്തർ പ്രത്യേകമായി നവീകരിച്ചു നൽകിയ അത്യാധുനിക വിമാനത്തിൽ നടത്തിയ അന്താരാഷ്ട്ര പര്യടനത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ രഹസ്യ വിമാനയാത്ര ഉണ്ടായത് എന്നതും ശ്രദ്ധേയമാണ്. ട്രംപിന്റെ വിദേശ പര്യടനങ്ങളുടെ സുരക്ഷ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന സമയത്താണ് അങ്കാറയിലെ ഈ അപ്രതീക്ഷിത സംഭവങ്ങൾ നടക്കുന്നത്. ഉയർന്ന ഭീഷണിയുള്ള സാഹചര്യങ്ങളിൽ സാധാരണയായി സ്വീകരിക്കുന്ന പ്രോട്ടോകോളുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ഈ നടപടി. അങ്കാറയിൽ നടന്ന ഈ അടിയന്തര സുരക്ഷാ ഓപ്പറേഷനെ ന്യായീകരിച്ചുകൊണ്ട് വൈറ്റ് ഹൌസ് വക്താക്കൾ രംഗത്തെത്തി. ട്രംപിന്റെ ജീവന് നേരെ പല കോണിൽ നിന്നും, പ്രത്യേകിച്ച് വിദേശ ശക്തികളിൽ നിന്നും നേരിട്ടുള്ള ഭീഷണികൾ നിലനിൽക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ലഭ്യമായ എല്ലാ മാർഗങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കാൻ ഭരണകൂടം ബാധ്യസ്ഥരാണെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. ഇറാനിൽ നിന്നുള്ള ഭീഷണി കേവലം വാചകമടിയല്ലെന്നും കൃത്യമായ ഇന്റലിജൻസ് മുന്നറിയിപ്പുകൾ ഇതിന് പിന്നിലുണ്ടെന്നും US സുരക്ഷാ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. മുൻപ് നടന്ന ചില സംഭവങ്ങളുടെ തുടർച്ചയായാണ് ഇത്തരം മുന്നറിയിപ്പുകളെ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം നോക്കിക്കാണുന്നത്. അതിനാൽ മുൻകരുതലുകളിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താൻ സുരക്ഷാ സേന തയ്യാറായില്ല. പ്രസിഡന്റ് പദവിയിലുള്ള വ്യക്തികളോ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളോ സഞ്ചരിക്കുമ്പോൾ എയർഫോഴ്സ് വൺ നൽകുന്ന സുരക്ഷ വളരെ വലുതാണ്. എന്നാൽ ആ വിമാനം തന്നെ ശത്രുക്കളുടെ പ്രധാന ലക്ഷ്യമായി മാറാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിലാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഡിക്കോയ തന്ത്രം ഉപയോഗിക്കാൻ അമേരിക്കൻ സീക്രട്ട് സർവീസ് തീരുമാനിച്ചത്. എയർഫോഴ്സ് വൺ സാധാരണ പോലെ പറന്നുയർന്നപ്പോൾ ട്രംപ് സൈനിക വിമാനത്തിൽ മറ്റൊരു വഴിക്ക് സഞ്ചരിക്കുകയായിരുന്നു. അതീവ രഹസ്യമായി ഉപയോഗിച്ച C-32A മിലിറ്ററി വിമാനം US വ്യോമസേനയുടെ ഏറ്റവും വിശ്വസനീയമായ വിമാനങ്ങളിൽ ഒന്നാണ്. സാധാരണയായി വൈസ് പ്രസിഡന്റും മറ്റ് ഉന്നത വ്യക്തികളും സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന ഈ വിമാനം ആശയവിനിമയത്തിനും പ്രതിരോധത്തിനും അത്യാധുനിക സംവിധാനങ്ങൾ അടങ്ങിയതാണ്. റഡാറുകളിൽ നിന്നും ശത്രുക്കളുടെ നിരീക്ഷണത്തിൽ നിന്നും തന്ത്രപരമായി മാറി സഞ്ചരിക്കാൻ ഈ വിമാനത്തിന് സാധിക്കും. ഈ വിചിത്രമായ രക്ഷപ്പെടൽ വാർത്ത പുറത്തു വന്നതോടെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് തുടക്കമായത്. ഒരു നാറ്റോ അംഗരാജ്യമായ തുർക്കിയിൽ വെച്ച് ഇത്തരമൊരു രഹസ്യ ഓപ്പറേഷൻ നടത്തേണ്ടി വന്നത് ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സുരക്ഷാ ഭീഷണിയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നുണ്ട്. ഇത് മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സ്ഥിരത കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. US ചരിത്രത്തിൽ തന്നെ അപൂർവമായി മാത്രം നടക്കുന്ന തരം സുരക്ഷാ നീക്കങ്ങളിൽ ഒന്നാണിത്. വിമാനത്താവളത്തിലെ സാധാരണ സർവീസ് വാഹനമായ കാറ്ററിംഗ് ട്രക്ക് ഉപയോഗിച്ച് രാജ്യത്തെ ഉന്നത നേതാവിനെ കടത്തേണ്ടി വന്നത് സുരക്ഷാ ഏജൻസികൾ നേരിടുന്ന സമ്മർദ്ദത്തിന്റെ ആഴം കാണിക്കുന്നുണ്ട്.
റൂട്ട് വിവരങ്ങൾ ചോരാതിരിക്കാൻ അവസാന നിമിഷമാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തതെന്നാണ് സൂചനകൾ. മാധ്യമപ്രവർത്തകരെയും മറ്റ് സഹയാത്രികരെയും പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തിയാണ് ഈ ദൗത്യം പൂർത്തിയാക്കിയത്. എയർഫോഴ്സ് 1 ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ ട്രംപ് അതിനുള്ളിൽ തന്നെയുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇന്റലിജൻസ് വിവര ചോർച്ച തടയാൻ വേണ്ടിയാണ് ഒപ്പമുള്ളവരിൽ നിന്ന് പോലും ഈ വിവരം മറച്ചുവെച്ചതെന്ന് അധികൃതർ പിന്നീട് വിശദീകരിച്ചു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശത്രുത കൂടുതൽ കടുക്കുന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ സംഭവം. ട്രംപിന് നേരെയുള്ള ഭീഷണികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ സുരക്ഷാ പ്രോട്ടോകോളുകളിൽ കൂടുതൽ കർശനമായ മാറ്റങ്ങൾ വരുത്തിയേക്കും. വിദേശ യാത്രകളിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ സീക്രട്ട് സർവീസ് തീരുമാനിച്ചിട്ടുണ്ട്. തുർക്കിയിലെ അങ്കാറയിൽ നടന്ന ഈ നാടകീയ സംഭവങ്ങൾ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ആഗോള രാഷ്ട്രീയത്തിലെ വൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം ഏത് തലത്തിലേക്ക് വരെ എത്താമെന്നതിന്റെ ഉദാഹരണമായി ഈ അടിയന്തര രഹസ്യയാത്ര മാറിയിരിക്കുകയാണ്.